ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ പോകുന്നത് മയിലേക്കാണ്. മാമൻ്റെ വീട്ടിലേക്കാണ്. അമ്മേനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം ഇതാ മയിലെത്തിയിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മ വീട്ടിലെത്തുമ്പോഴത്തേക്കും കുളിക്കലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു അക്വേറിയം ഞാൻ അതെല്ലാം അതിൽ മത്സ്യത്തിനെല്ലാം ഇങ്ങനെ വെറുതെ ഒന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് അമ്മായി അടുക്കളയിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചായയോ ജ്യൂസോ അങ്ങനെയെല്ലാം ഉണ്ടാക്കലാണ്. അമ്മായിനെല്ലാം വയ്യ കാണിക്കുക. ഇത് മാമൻ്റെ വീടിൻ്റെ ഒരു വ്യൂ ആണ് ഇത്, കയറുന്ന എൻട്രൻസ്. അപ്പോൾ നമ്മൾ മാമൻ്റെ ചെടികളും കുറേ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. മാമൻ്റെ അടുത്ത് കുറേ കളക്ഷൻ ഉണ്ട്. അപ്പോൾ അമ്മായിൻ്റെ പച്ചക്കറി തോട്ടോ അതെല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇതിപ്പോൾ പച്ചക്കറിയെല്ലാം ഏകദേശം ആയിക്കഴിഞ്ഞ് ലാസ്റ്റോട്ടായി കണ്ടെല്ലാം ശോഷിച്ച്. തക്കാളി, പച്ചമുളക്, പാവക്ക, കോവക്ക അങ്ങനെയെല്ലാം അത്യാവശ്യം നമുക്ക് വീട്ടിൽ വിടുന്നതെല്ലാം അമ്മായി നട്ടുണ്ടാക്കലുണ്ടേ. ആ പാവക്ക വെള്ളമെല്ലാം കയറി അങ്ങ് എത്തിന്. അത് അമ്മായി പറയലാന്ന് എല്ലാം കഴിഞ്ഞില്ലേ എന്ന് പറയലാന്ന്. നമ്മളെൻ്റെ അതിലിങ്ങനെ വെറുതെ ഒന്ന് കണ്ട് അപ്പോഴത്തേക്ക് അമ്മമ്മ വിളിച്ചു വന്ന്. അതാണ് കേട്ടോ അമ്മമ്മ, കല്യാണി അമ്മമ്മ, അമ്മേൻ്റെ അമ്മയാണ്. നമ്മളങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരുന്ന്. മാമൻ ഇവിടെയില്ല, മാമന് എക്സ് മിലിറ്ററി ആണ്. മാമൻ ഇപ്പോൾ ഒരു കടയിട്ടിട്ട് 6-ാം മൈലിൽ അവിടെയാണ്. അതാണ് കേട്ടോ മാമനും അമ്മായി. 2 മക്കളാണ്, അവരൊന്നും നാട്ടിലില്ല. ഒരാൾ കല്യാണം കഴിഞ്ഞു, ഒരാൾ പഠിക്കലാണ്. അപ്പോഴത്തേക്ക് അമ്മായി നമുക്ക് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി തന്നിട്ടുണ്ടേ. നമ്മളതെല്ലാം കുടിച്ച് ഇനി അമ്മായിൻ്റെയും മാമൻ്റെയും കുറച്ച് ചെടി കളക്ഷൻ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട്. അതൊക്കെ കണ്ട് ഞാൻ അതെല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്ത്. നല്ല വെറൈറ്റി ഓഫ് മണി പ്ലാന്റ്സ് എല്ലാം ഉണ്ട്. നല്ല ഫ്രണ്ടിലെല്ലാം നല്ല ഗാർഡൻ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് അവരുടെ അടുത്ത വീട്ടിലുള്ളവരിതാണ്. അവിടെയും നല്ല അടിപൊളി ഗാർഡൻ ഉണ്ട്. ഇതാണൊരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ മാമൻ്റെ ചെടിക്കാഴ്ചകളെല്ലാം കണ്ട് അപ്പുറത്തെ വീട്ടിൽ അമ്മായിൻ്റെ ഇളയമ്മേൻ്റെ വീടാണ്. ഗൗരിയേച്ചി, മുകുന്ദാട്ടൻ അവരെ വീടാണ് ഇത്. അവിടെ നമ്മൾ ചെറുതിലേ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് അവിടെ ഒരു ഇതൊക്കെ ഉണ്ടായി, ചെറിയ പ്ലാന്റ്. എന്നേരം ഇത് ചെറിയൊരു മരമായിരുന്നു. നമ്മളപ്പോഴും പോയിട്ട് ഇതിൻ്റെ പച്ചച്ചെറിയെല്ലാം നല്ല പുളിപ്പായിരിക്കും, പഴുത്താലും നല്ല പുളി തന്നെയാണ്. അത് ഇഷ്ടംപോലെ അന്നേരം ചെറുതിലേ നമ്മൾ പറിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ മുറ്റത്ത് നോക്കുമ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടത്തേക്ക് പോയിട്ട് വീഡിയോ എടുത്തതാണ്. നിറയെ ഉണ്ടായിട്ടുണ്ട്, നല്ല പഴുത്ത് അടിപൊളിയായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മളവിടുന്ന് കുറച്ച് ചെറിയെല്ലാം പറിച്ച് കഴിച്ചിനെ. നല്ലൊരു ഊഞ്ഞാലെല്ലാം ഉണ്ടായിരുന്നു താഴെ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്ന് മാമൻ്റെ പറമ്പത്തെ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റെല്ലാം ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് ഞാനും ജിഷ്ണു ഉണ്ട്, ആൻറ്റീൻ്റെ മോനാണ് ജിഷ്ണു ഉണ്ട്, മിന്നു, നമ്മൾ 3 ആളും കൂടെ പറമ്പത്തേക്ക് കയറലാന്ന്. കറ്റാർ വാഴയിൽ ഒരുപാടുണ്ട്. അങ്ങനെ ഇതാ പറമ്പത്ത് സപ്പോട്ടയുണ്ട്. ഈ കാണുന്നത് അബിയോ ഫ്രൂട്ടാണ്. ഇന്നാളതിലൊരു ഫ്രൂട്ട് ഉണ്ടായിന്, ഫസ്റ്റ് ടൈം ഉണ്ടായതാണ്. ഇത് നട്ടിട്ട് അത്രയേ ആയുള്ളൂ തോന്നുന്നു, 2 വർഷം 1.5 വർഷം മറ്റോ ആയിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ടൊരു അബിയോ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടായിന്. ഇത് ബുഷ് ഓറഞ്ചാണ്. അതിലെല്ലാം ലെമൺ പോലെ കണ്ട ചെറിയ ചെറിയ ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട്. റംബൂട്ടാൻ പൂത്തിട്ടുണ്ട്. അങ്ങനെ മാമൻ്റെ അടുത്തുള്ള കുറേ പ്ലാന്റ്സിൻ്റെ കളക്ഷനെല്ലാം ഉണ്ട്. ചാമ്പ മരം, 2-3 വെറൈറ്റി ഓഫ് ചാമ്പാസ് ഉണ്ട് കേട്ടോ. ഇത് വിയറ്റ്നാം വെളി, അതിൽ ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുറേ ചക്ക ഇവർ പഴുത്തിട്ടെല്ലാം കഴിച്ചു വന്നാന്ന് പറഞ്ഞത്. ഇത് മരമുന്തിരിയോ മറ്റോ, ഞാൻ സത്യം പറഞ്ഞ പേര് ഞാൻ മറന്നുപോയി. മുരിങ്ങക്കായ കുറേ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ മുരിങ്ങക്കായ, വേറെ കുറേ മുരിങ്ങ മരമുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ പറിച്ചിട്ടുണ്ടായിന്. അനാറിൻ്റെ ഒരു മരം, അതിലെല്ലാം പൂ വരുന്നിട്ടുണ്ട്. കണ്ടാ മുരിങ്ങ പറിക്കുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് ജിഷ്ണു. നമുക്ക് കുറേ മുരിങ്ങയെല്ലാം കിട്ടിയിട്ടുണ്ടായിന്. മുരിങ്ങ കൊമ്പോടെ പൊട്ടിച്ചിട്ടെടുക്കുക ചെയ്തിന്, എത്തുന്നുണ്ടായിട്ടില്ല. ഇത്രയും മുരിങ്ങ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്തെടുത്ത്. അപ്പോഴത്തേക്ക് അമ്മ ഞങ്ങൾക്ക് ചായയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മിന്നു പത്തിരി തിന്നുന്നുണ്ട്. അപ്പോഴത്തേക്ക് അമ്മമ്മേൻ്റെ ഏച്ചീൻ്റെ മോൻ രവി മാമനാണ് കേട്ടോ കൂടി ഇരുന്ന് ചായ പിടിക്കുന്നത് വന്നിട്ടുണ്ടായി. അങ്ങനെ അമ്മമ്മേനെ കുറേ ആയി കാണാത്തതുകൊണ്ട് നമ്മളെന്തെല്ലോ ഇരുന്ന് കത്തിയടിക്കലാണ്. ചായയുടെയും കഴിഞ്ഞ് ഞങ്ങൾ കത്തിയടി സംസാരങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്കിനി രാത്രി ഒരു സിനിമക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്, മരണമാസ് ബേസിലിൻ്റെ. അപ്പോൾ നമുക്ക് നൈറ്റ് അതിന് പോകണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോക്കാന്ന്. ഇതാണ് കേട്ടോ അമ്മായി. അമ്മായിൻ്റെ മര്യാദക്കൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ഇറങ്ങാൻ നോക്കുമ്പോൾ അമ്മായിനെ ഒന്ന് അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പറമ്പത്തെല്ലാം നടന്ന് കളിച്ചതുകൊണ്ട് സത്യം പറഞ്ഞാൽ കിട്ടിയില്ല. മാമൻ്റെ കടയിൽ പോകണമെന്ന് വിചാരിച്ചിന്, പക്ഷേങ്കിൽ സിനിമയ്ക്ക് ലേറ്റ് ആകുന്നതുകൊണ്ട് മാമൻ്റെ കടയിലേക്കും പോയിട്ടില്ല. അല്ലേ മാമേനും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു.